ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് സേഫ് ആൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് അറിയാമല്ലോ, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇവിടെ വന്നിട്ട് അതിനെ വിട്ട് കളഞ്ഞാൽ മോശമല്ലേ? നമ്മൾ ആദ്യം കണ്ടത് പോലീസ് വാൻ അല്ലെങ്കിൽ കാർ ഇറങ്ങി വരുന്നതും ഗേറ്റ് അടഞ്ഞു തീരുന്നത് വരെ അവർ ആ കാർ അവിടെ നിർത്തിയിരിക്കും, എന്നിട്ടേ പുറത്തു പോകുള്ളൂ. ഈ കാണുന്ന ബിൽഡിംഗ് ആണ് ഇവിടുത്തെ ഒരു ലോക്കൽ പോലീസ് സ്റ്റേഷനാണ്. നമ്മുടെ പോലീസ് സ്റ്റേഷൻ പോലെ അല്ല. നമ്മുടെ പോലീസ് സ്റ്റേഷൻ അറിയാം, ഒരു റൂം, SIക്ക് ഒരു റൂം, ബാക്കി എല്ലാ സർക്കിളിനൊരു റൂം ഉണ്ടാവും, SIക്ക് ഒരു റൂം, പിന്നെ ബാക്കി എല്ലാവർക്കും കൂടി ഒരു റൂമായിരിക്കും, പിന്നെ 2 സെല്ലും. ഇതാണ് നമ്മുടെ ലോക്കൽ പോലീസ് സ്റ്റേഷൻ. ഇതങ്ങനെയല്ല. എത്ര നിലയുണ്ടെന്ന് നോക്കേ, 1 2 3 3 നിലകളുണ്ട്, ഇല്ല 4, ഗ്രൗണ്ട് ഫ്ലോർ ഉൾപ്പെടെ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ബിൽഡിങ്ങിനകത്ത് തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട്. ഒരു കേസിന് ആസ്പദമായി തെളിവെടുക്കാൻ പറ്റുന്ന എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇതിലുണ്ട്. അതായത് സൈബർ സെല്ലുണ്ട്, പിന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റുണ്ട്, ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുണ്ട്. ഇവരെല്ലാം ഒറ്റ കുടക്കീഴിലിരുന്നു കൊണ്ടാണ് ഒരു കേസ്. അപ്പോൾ ഒരു കേസിൻ്റെ പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ അധികം താമസമില്ലാതെ പെട്ടെന്ന് തീർപ്പ് കൽപ്പിക്കാൻ സാധിക്കും. ഇനി നമ്മളൊരു കേസ് രജിസ്റ്റർ ചെയ്യാൻ അല്ലെങ്കിൽ കേസ് കൊടുക്കാൻ വരുന്നെന്ന് വെച്ചോ, അപ്പോൾ നമ്മുടെ കയ്യിൽ ഫോണില്ല, ഒന്നുമില്ല, ഒരു എമർജൻസി കേസിലാണ് നമ്മൾ ഓടി വരുന്നതെന്ന് പറഞ്ഞു. ആരുടെ അനുവാദം കാത്തു നിൽക്കണ്ട. അവിടെ ഒരു ബട്ടൺ ഇരിപ്പുണ്ട്, ആ ബിൽഡിങ്ങിൻ്റെ പുറത്തൊരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ പ്രസ് ചെയ്താൽ ഇമ്മീഡിയറ്റ്ലി ഒരു പോലീസ്മാൻ എത്തി നമ്മൾക്ക് എന്താണ് ആവശ്യമുള്ളത് അവർ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതാണ് പ്രത്യേകത.